ഹലോ ഹായ്. ഇന്നൊരു സ്പെഷ്യൽ ദിവസം കേട്ടോ. ഇന്നത്തെ ഞാനിത് നേരത്തെ എടുത്ത വീഡിയോ ആണ്, ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ 3-4 മാസം മുമ്പ് ബാംഗ്ലൂർ പോയപ്പോഴത്തേക്കും അവിടെ വെച്ചെടുത്ത വീഡിയോ ആണ്. അന്ന് അവിടെ സെൻറ്റ് തോമസ് ചർച്ചിൽ അവിടുത്തെ ജൂബിലിയും ഒപ്പം ഔസപിതാവിൻ്റെ മരണത്തിരുന്നാളും കൂടെ ആഘോഷിക്കുന്ന ദിവസമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സെൻറ്റ് തോമസിൽ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്നത്. വളരെ അടിപൊളിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഇത് ഇപ്പം നമ്മുടെ പള്ളിയുടെ ഓഫീസിലേക്ക് പോകുന്നത് നല്ല അക്വേറിയം, നല്ല രസമുണ്ടായിരുന്നു അക്വേറിയം. ഇതാണ് നമ്മുടെ സെൻറ്റ് തോമസ് ചർച്ച്. ഓൾറെഡി ഞാൻ സെൻറ്റ് തോമസ് ചർച്ചിൽ പള്ളിയിൽ പോയ ദിവസം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളായിരുന്നു. വൈകുന്നേരമായിരുന്നു. അപ്പം അവിടെ ഒരു സൺഡേ ആയിരുന്നു കേട്ടോ പരിപാടി, പ്രോഗ്രാം. ഔസപിതാവിൻ്റെ മരണത്തിരുന്നാൾ ഒപ്പം ജൂബിലി ആഘോഷവും കൂടെ ആയിരുന്നു. അപ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. ഞാൻ മേളിലായിരുന്നു ഇരുന്നത്. അപ്പോഴത്തെ ആൾക്കാരൊക്കെ വന്നു, അത്യാവശ്യം പള്ളിയിലൊക്കെ ഫുള്ളും ആളായി. അപ്പോഴത്തേക്കും അവിടുത്തെ ജൂബിലി ആഘോഷവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം അപ്പോൾ ആൻറ്റി ഓരോ വാർഡിൽ നിന്നും ഓരോരുത്തർക്ക് ഓരോ തിരി കൊടുത്തിട്ടുണ്ട്. ആ തിരിയൊക്കെ ആയിട്ട് അവരുടെ ലൈനായിട്ട് നിന്ന് തിരി വാങ്ങിക്കണം. കുഞ്ഞു പിള്ളേർ, ആദ്യ കുർബാന സ്വീകരിച്ച പിള്ളേർ വെള്ളയുടുപ്പൊക്കെ ഇട്ട് സുന്ദരി കുട്ടികളായിട്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പള്ളി പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങി, കുർബാനയൊക്കെ തുടങ്ങി. അവിടുത്തെ പിതാവ് വന്ന്, അവിടുത്തെ പിതാവിന് ഈ പ്രസംഗം പറഞ്ഞ് എനിക്ക് പേരും കാര്യങ്ങളൊന്നും അവിടുത്തെ അറിയത്തില്ല. അപ്പോഴത്തേക്കും പ്രസംഗമൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞു പിള്ളേർ, നല്ല സുന്ദരി കുഞ്ഞുങ്ങൾ, ആദിർവൻ സ്വീകരിച്ച പിള്ളേർ വെള്ളയെടുപ്പൊക്കെ ഇട്ട് എന്തൊരു രസമല്ലേ. ഫ്രണ്ട് വന്നിരിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാർഡ് ലീഡേഴ്സും ഒക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അവർ ഒരേ കോമ്പിനേഷനുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു. അങ്ങനത്തെ അത്യാവശ്യം നല്ല ആളായിരുന്നു കേട്ടോ. മേളിൽ അത്ര ആൾ കയറിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ പ്രായം ചെന്നവരും ഒക്കെ ആയിരിക്കും കൂടുതലും. അപ്പോൾ അവർക്കൊന്നും മേളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും താഴെയായിരുന്നു. പക്ഷെ ഞങ്ങൾ മേളിലായിരുന്നു ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെല്ലാം കുർബാനയും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മേളിലായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. താഴെയാണേലും എടുക്കാം, അവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് പള്ളിയുടേതായ ഒരു റെസ്പെക്റ്റൊക്കെ നമ്മൾ കാണിക്കണമല്ലോ. ഇടയ്ക്കത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ കുർബാന സ്വീകരണമായി. അങ്ങനത്തെ കുർബാന സ്വീകരണമൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഈ പിന്നെ ഓരോ രാജ്യത്തെയും മാതാവിൻ്റെ ഓരോ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഓരോ രാജ്യത്തുള്ള മാതാവിനെ ആ മാതാവിൻ്റെ വേഷമിട്ട് ഓരോരുത്തരും ഒരുങ്ങി എനിക്കൊന്ന് 100-200 മാതാവോളം ഉണ്ടായിരുന്നു. ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടിയതാണ് കേട്ടോ. ഞാനത് നിങ്ങളെ കാണിക്കാം വരുന്നുണ്ട്. പക്ഷെ അവിടെ പിന്നെ നമ്മൾ കാണാൻ കയറുമ്പോൾ എന്തോരം ജനമായിരുന്നു. പള്ളിയിൽ ഇത്രയും, പള്ളിപ്പുറത്തൊക്കെ നല്ല ആളായിരുന്നു. അതുകൂടാതെ ഇത് കഴിഞ്ഞതേ ഇതുപോലെ ഓരോ രാജ്യത്തെയും അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വീഡിയോസ് നമുക്കിപ്പം ഈ 100-250 മാതാവായിട്ടും ഓരോ രാജ്യത്ത് മാതാവിനെ ഇങ്ങനെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ മൊബൈലിൽ വീഡിയോസ് എടുത്ത് പോകുമ്പം ഒത്തിരി സമയം വേസ്റ്റ് ആകുന്നത്. അതുപോലെ ജനമായിരുന്നു കാണാനായിട്ട്. ക്യൂ ആയിരുന്നു. കുറച്ച് ആൾക്കാരെ കയറ്റിയിട്ട് അവർ കണ്ടു കഴിയുമ്പോഴാണ് അടുത്ത ആൾക്കാർ. അപ്പോൾ ഇത്രയും മാതാവിനെ നമ്മൾ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് മൊബൈലും വീഡിയോസും എടുക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും. അപ്പോൾ എനിക്ക് കൈ കിട്ടിയ അത്യാവശ്യം കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത്തെ വെളിയിലേക്ക് ഇറങ്ങി. ഞാൻ ഈ ഫുൾ മാതാവും ഇവിടുത്തെ മാതാവായിട്ട് ഒരുങ്ങിയവരും ഇവിടുത്തെ അച്ഛന്മാരും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ആയിട്ട് ഞാൻ ലാസ്റ്റ് ഇടാം കേട്ടോ. ഇട്ട് നിങ്ങളെ കാണിക്കാം. ഇതെനിക്ക് വീഡിയോ അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയുള്ളൂ. നല്ല രസമില്ല പള്ളി പരിസരമൊക്കെ കാണാം. ഫുൾ ലൈറ്റും കവറിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഔസപിതാവിൻ്റെ ഊണുണ്ടായിരുന്നു. അത് ചോറ്, സാമ്പാർ, അവിയൽ, അച്ചാർ, പായസം, പപ്പടം ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല. കാര്യം ഇത്രയും സമയം അപ്പം തന്നെ ഞങ്ങൾ വിളിച്ചു തന്നപ്പോൾ തന്നെ 10-12 മണിയോളമായി. ഞങ്ങൾ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഓളം റോഡ് വരെയും ക്യൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ എല്ലാവരും കുറേ പേര് ഫുഡ് കഴിക്കുന്നു, കുറേ പേര് കാണാനായിട്ടുള്ള ക്യൂ നിൽക്കുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ അത് എനിക്കൊരു അനുഗ്രഹമായിട്ടാണ് തോന്നട്ടെ. എനിക്കങ്ങനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം അയ്യേ ഇത്രയുള്ളൂ ഇതായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ നേരിട്ട് കണ്ടാണ്
ഭയങ്കര നമുക്ക് സന്തോഷവും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. എല്ലായിടത്തെയും മാതാവിനെ നമുക്ക് മാതാവായിട്ട് ഒരുങ്ങി നമുക്ക് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങളത്തെ റോഡിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട്. ഈ സമയം ആയതുകൊണ്ട് അത് കുറച്ച് നമുക്ക് പോയാൽ മതി, അതുകൊണ്ട് ഓട്ടോയൊന്നും വലുതായിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ബാംഗ്ലൂരാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവസാനം ഓട്ടോ കിട്ടി കേട്ടോ. ഞങ്ങൾ ഓട്ടോയിൽ പോകണം. ബാംഗ്ലൂരാണെന്ന് പറഞ്ഞാലും നമുക്ക് ഒരുപാട് ഫുള്ള് മലയാളീസാണ്, എല്ലാവരും മലയാളീസാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മലയാള കുർബാനയാണ്. സെൻറ്റ് തോമസിൽ ഓൾറെഡി എല്ലാ കുർബാനയുണ്ട് കേട്ടോ. കൂടുതലും മലയാളീസായതുകൊണ്ട് മലയാളം കുർബാനയും കാര്യങ്ങളൊക്കെയാണ് അവിടെ. നമുക്കിവിടെ അടുത്താണ്, നമ്മളിവിടെ ഇവിടുത്തെ പള്ളിയിലാണ് വരുന്നത് പോകുന്നതും ഒക്കെ. അങ്ങനത്തെ ഞങ്ങളെല്ലാം കണ്ടു, ഫുഡൊക്കെ കഴിച്ചു. ഔസപിതാവിൻ്റെ നേർച്ച ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളത് തിരിച്ചത്തെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടുത്തെ മരണപ്പെരുന്നാൾ കൂടുന്നത്. വന്നിട്ടുണ്ട്, പക്ഷെ മരണപ്പെരുന്നാൾ കൂടുന്നത് ഫസ്റ്റ് ടൈമാണ്. എപ്പോഴും നാട്ടിൽ തന്നെയാണ് മരണപ്പെരുന്നാൾ കൂടിയിട്ടുള്ളത്, പക്ഷേ ഇവിടെ ഫസ്റ്റ് ടൈമായിരുന്നു മരണപ്പെരുന്നാൾ. ഒപ്പത്തെ ഇതുപോലെ അടിപൊളിയായിട്ട് മാതാവിനെയൊക്കെ ഒരുക്കിയതും എന്ത് രസമായിരുന്നു. കഷ്ടമുണ്ട് കേട്ടോ, അവരിങ്ങനെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോഴേ അവർക്ക് ഒരുപാട് ഇത്ര മണിക്കൂറോളം ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ അടുത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ നോക്കാനും ഒക്കെ ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും അതൊക്കെ വലിയൊരു ത്യാഗമല്ലേ. നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചിയിൽ നിന്നോ എറണാകുളത്തു നിന്നുള്ള ഒരു ചേട്ടനാണ് ഇവരെ മേക്കപ്പൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവർ ഈ ഡ്രസ്സ് ഒക്കെ തയ്ക്കുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാം ഒരു സെറ്റായിട്ട് ഒരു ഗ്യാങ് ആയിട്ട് അവരതൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എവിടെയാണെന്നൊന്നും എനിക്ക് എന്താ പറയുക ഇങ്ങനെ ഏതോ ഒരു എവിടേക്കോ കിടപ്പുണ്ട്. ഇതിപ്പോൾ കുറച്ച് ആയതുകൊണ്ട് എനിക്കത് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഒന്നും കാണുന്നില്ല. അപ്പോഴത്തെ രാത്രി നമ്മൾ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഫോട്ടോ ഇടാം കേട്ടോ. അച്ഛന്മാരും ഈ എല്ലാവരും കൂടെ ഒക്കെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം പിന്നത്തെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണേ, രാത്രിയായി. ഒരുപാട് ലേറ്റ് ആയിരുന്നു. അതും ഈ സമയത്തൊക്കെ ഓട്ടോ പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് കിട്ടത്തില്ല, നമുക്ക് എന്താ പറയുക, അവർ നിർത്തത്തില്ല ഓട്ടോയൊക്കെ. പിന്നെ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ പോവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയെല്ലാം കയറി ഞങ്ങൾ പോയി. ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷമുള്ളായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മാതാവിൻ്റെ ഇത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതൊക്കെ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടണമെന്ന് വിചാരിച്ച് എടുത്തതായിരുന്നു, പക്ഷേ ഇടാനായിട്ടുള്ളൊന്നും സാഹചര്യമൊന്നും ഇടാൻ പറ്റിയില്ല. അതാണ് ഇത്രയും ലേറ്റ് ആയത്. വീണ്ടും കുറേ വീഡിയോസ് ഞാൻ ബാംഗ്ലൂരിൽ പോയത് എടുത്തിട്ടുണ്ട്, പതുക്കെ ഞാൻ ഇട്ടോളാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്നും കൂടെ പറയുകയാണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് രാത്രി ചെന്ന് കിടന്ന് കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വീട്ടിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് കയറി കിടന്ന് ഉറങ്ങി. അപ്പം ഇങ്ങനത്തെ ഫോട്ടോസ് ലാസ്റ്റ് ഇടാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാം കാണണേ. അപ്പോൾ ബൈ.